പിന്നെ ഉറങ്ങാൻ ഗോളി നമുക്ക് ഡൊണാറുമ്മ. പിന്നെ നമുക്ക് സൈഡ് ബെഞ്ചിലേക്ക് ഒരു ഗോളി വേണം. അത് നമുക്ക് റായ മതി. പുള്ളിക്കാരൻ തന്നെ ഉള്ളു നല്ല ഗോളി, പിന്നെ ഒന്നും ഇല്ല. ഇനി നമ്മുടെ സെൻട്രൽ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് റൂഡിഗറും നിർത്താം. ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ സെൻട്രൽ ബാക്കായിട്ട് റൂഡിഗറും. പിന്നെ നമുക്ക് പാവാഡിനെ നിർത്താം. ഒരു ബിൽഡപ്പ് ഒരു ഡിസ്റ്റോർ മതി. പിന്നെ സൈഡ് ബെഞ്ചിലേക്ക് സെൻട്രൽ ബാക്കുകൾ വേണം. ഒരു 3 സെൻട്രൽ ബാക്ക് നിർത്തണം. ഒരാൾ ഇത്, രണ്ടാമത്തെ ആൾ നമുക്ക് ആരോഗ്യനെ നിർത്താം. മൂന്നാമത്തെ ആൾ നമുക്ക് ഡിജോഗിനെ നിർത്താം. ഡിജോഗാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്ത് തന്നോളും. ഇനി നമുക്ക് ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻസീവ് ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, പുള്ളിക്കാരനെ കൂടി ചേർത്താം. കോസ്റ്റക്കട്ട വന്ന വരെ പുള്ളിക്കാരനാണ് എൻ്റെ ടീമിൻ്റെ ലെഫ്റ്റ് ബാക്ക്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഡാനിലുണ്ട്, ഡൊമിനിക്കും ഉണ്ട്. ഡൊമിനിക്ക നിർത്തുമായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇനി DMFലേക്ക് വരുമ്പോൾ ഒരു പക്ക ഹാങ്കർമാനൊന്നും ഇല്ല. നമുക്ക് റൈസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതൊക്കെ നടക്കുള്ളൂ. പിന്നെ ഒരു DMFനെ സൈഡ് ബെഞ്ചിലേക്ക് നിർത്താം. അടുത്തത് നമുക്ക് മോൺട്രിച്ചിനെ പിടിച്ച് CMF നിർത്താം. മോൺട്രിച്ച് ഓർക്കസ്ട്രേറ്ററാണ് നോക്കട്ടെ. ഓർക്കസ്ട്രേറ്റർ പോസ്റ്റ് ബോക്സ് ഉണ്ട്, ഇതിലിപ്പോൾ ഓർക്കസ്ട്രേറ്റർ മതി. ഇനി നമുക്ക് ഒരു CMF കൂടി സൈഡ് ബെഞ്ചിലേക്ക് വേണം. അതിപ്പോൾ ഫൊഫാന കിടക്കട്ടെ, പുള്ളിക്കാരൻ മതി. ഇനി നമുക്ക് മിഡിലേക്ക് ഉണ്ടർ അത്യാവശ്യം നല്ല ഷോട്ടിങ് ക്വാളിറ്റിയുള്ളൊരു പ്ലെയറാണ് പുള്ളിക്കാരൻ. പിന്നെ നമ്മുടെ ഫോർഡിനെ സൈഡ് ബെഞ്ചിലേക്ക് ഇടാം, ഫോം നോക്കി ഇറക്കാം. പിന്നെ നമുക്ക് ബെല്ലിങ്ങാമിനെ ഇറക്കാം MFലേക്ക്. പിന്നെ അപ്പുറത്തെ വലിയ ജാവോ ബട്രേനും കൂടി ഇറക്കാം. പിന്നെ ഒരു MFനെ സൈഡ് ബെഞ്ചിലേക്ക് ഇടണം, അതിനിപ്പോൾ ഡിയാബിനെ ഇറക്കാം. പിന്നെ ഒരു MF കൂടി നോക്കാം, അത് നമുക്ക് മെസ്സിനെ നിർത്താം. മെസ്സി കൈകാര്യം ചെയ്തോളും. പിന്നെ CFലേക്ക് വരുമ്പോൾ എംബാപ്പെ CF എന്നോളും. പിന്നെ നമ്മുടെ മാർട്ടിനസ് സെൻറ്റർ ഫോർഡ് വെക്കും. പിന്നെ നമ്മുടെ സൂപ്പർ സബായിട്ട് ഹാലൻഡിനെ നിർത്താം. പിന്നെ ഒരാളും കൂടി വേണം, അത് അൽവാരസിനെ നിർത്താം. അപ്പോൾ സ്ക്വാഡ് ബിൽഡിങ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്, ഉള്ള പ്ലേസിനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്.